ഇന്ത്യൻ നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ US ഇന്ത്യയിലേക്ക് യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയിലേക്കുള്ള GPS-ന്റെ കണക്ഷൻ കട്ട് ചെയ്തു. അതേസമയം അത് പാകിസ്ഥാനായിരിക്കും. പാകിസ്ഥാൻ അത് ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഒരു സാറ്റലൈറ്റാണ് ഇത്. ഇന്ത്യയുടെ എല്ലാ റീജിയൻസും കവർ ചെയ്ത് അതുപോലെ തന്നെ സീയും കവർ ചെയ്താണ് ഈ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇത് രാജ്യങ്ങളുടെ നീക്കങ്ങളെ ശ്രദ്ധിക്കാൻ അതുപോലെ ഇന്ത്യ സുരക്ഷിക്കുകയും സാറ്റലൈറ്റ് എപ്പോഴും ഉപയോഗപ്പെടുന്നതാണ്. GPS എന്നൊക്കെ പറയുന്നത് ഈ ലോകം മുഴുവൻ ഈ ഒരു സാറ്റലൈറ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തത്. ഇത് ക്യാപ്ചർ ഇത് മനുഷ്യരെ സ്പേസിലേക്ക് വിടാനാണ് ഈ ഒരു രൂപകൽപ്പനയുള്ളത്. ഈ ഒരു ഭാഗം കാർബൺ മെറ്റീരിയലും ഈ ഒരു ഭാഗം സിലിക്ക ടൈലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്യുന്നത്. മനുഷ്യനെ സ്പേസിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറാക്കുന്ന ഒരു മോഡലാണ് ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു എക്സ്പെരിമെന്റ് വൈസ് 2007 PSLV C7 എന്നുള്ള റോക്കറ്റിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് മംഗല്യാൻ എന്ന് പറയുന്നത് 2013 നവംബർ 5 ശ്രീഹരിക്കോട്ട PSLV C5 എന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ലോകത്തിലെ 4ാമത്തെ സ്പേസ് സെന്ററാണ് മാർസിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇത് വിജയം കാണുകയുണ്ടായി. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഈ ഭൂമിയിലൊക്കെയുള്ളവർക്ക് തടവുകളും കുഴികളും ഒക്കെ ഉണ്ട്. അതുപോലെ മാർസിലുള്ള ഓരോ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ മാർസിലുള്ള മീഥേൻ കണ്ടന്റുകൾ ചെക്ക് ചെയ്യാനുള്ള 5 പേലോഡ്സാണ് ഈ സാറ്റലൈറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സെൻസേഴ്സ്, ക്യാമറാസ് അങ്ങനെയുള്ള 1350 കിലോഗ്രാം ഭാരമുള്ള ഒരു വിക്ഷേപണമാണ്. ഏകദേശം 450 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. 450 കോടി രൂപയുടെ പേരെന്താ? ഹരിറാം.